രാഷ്ട്രീയം പറയില്ലെന്ന് തീരുമാനമെടുത്തതാണ്. പക്ഷേ ഒരല്പം ദേശസ്നേഹവും രാഷ്ട്രീയ ബോധ്യവും ഉള്ളിലുള്ളതുകൊണ്ട് നിശബ്ദനായിരിക്കാൻ കഴിയുന്നില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന സമയം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണം എന്ന വിഷയം സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കെ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാചകമുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ അധികാരത്തിനു വേണ്ടി തെരുവു നായ്ക്കളെ പോലെ അവർ കടിപിടി കൂടും എന്ന്. ഇന്ന് 2026 മെയ് 1. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ ഇനി 4 നാളുകൾ മാത്രം ബാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെക്കുറെ ഭരണം ഉറപ്പായ കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ വാക്കുകൾ ഓർമ്മിക്കാതെ വയ്യ. 5 വർഷം വീതം മുന്നണികൾ മാറി മാറി ഭരിച്ചിരുന്ന കേരളത്തിൽ തുടർഭരണം എന്ന അവസ്ഥയ്ക്ക് വഴിവെച്ചതും കോൺഗ്രസിൽ നേതാക്കളുടെ പിടിവാശികളും കാലുവാരലുകളും മാത്രമായിരുന്നു. 10 വർഷം തുടർച്ചയായി പ്രതിപക്ഷത്തിരുന്നിട്ടും കോൺഗ്രസ് ഇനിയും പഠിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പദത്തിനായുള്ള കോൺഗ്രസ് നേതാക്കളുടെ പിടിവലികൾ കാണുമ്പോൾ ലജ്ജാകരം എന്നല്ലാതെ എന്താണ് നമ്മൾ പറയുക? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോ ഘടകകക്ഷികൾക്കോ വോട്ട് ചെയ്തവരെല്ലാവരും തന്നെ UDF അനുകൂലികളാവണമെന്നില്ല. മറിച്ച് ഭരണപക്ഷത്തോടുള്ള അവരുടെ പ്രതിഷേധവുമാകാം ഈ വിധി നിർണയം. കോൺഗ്രസിനോട് ഒന്നേ പറയാനുള്ളൂ: നിങ്ങൾ വോട്ട് ചെയ്തവരെ പരിഹസിക്കരുത്. അവരെ നോക്കി കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണ് ഈ അധികാരത്തിന് വേണ്ടിയുള്ള പരസ്യമായുള്ള നിങ്ങളുടെ ഈ പിടിവലി. കൃഷിയിടത്തിൽ അധ്വാനിച്ചവനും വരമ്പിൽ നോക്കി നിന്നവനും മാളിക മുകളിലിരുന്ന് നിയന്ത്രിച്ചവനും എല്ലാവരും തന്നെ ഇരിപ്പിടത്തിനായി സജീവമായി രംഗത്തുണ്ട്. ഈ അവസരത്തിൽ കോൺഗ്രസിനെ നോക്കി ഒന്നേ ചോദിക്കാനുള്ളൂ: എന്തേ കോൺഗ്രസ് ഇനിയും നന്നാകാത്തത്? മെയ് 4 ഫലപ്രഖ്യാപനം വരുമ്പോൾ UDFന് അധികാരം ലഭിക്കുകയാണെങ്കിൽ ആരായിരിക്കണം അടുത്ത മുഖ്യമന്ത്രി? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോകൾ നഷ്ടമാകാതിരിക്കാൻ ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.